നമ്മൾ കാത്തിരിക്കുന്ന സുനിത വില്യംസിന്റെ മുഖം കാണാൻ വേണ്ടിയാണ്. നമ്മുടെ അഭിമാനം ഇന്ത്യൻ വംശജ എന്ന നിലയിൽ നമ്മുടെ അഭിമാനം സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ നേരം ബഹിരാകാശത്ത് നടന്ന ബഹിരാകാശ സഞ്ചാരി ആര് എന്ന ചോദ്യത്തിന് ഇനി PSC ചോദ്യത്തിൽ പോലും നമുക്ക് ഉത്തരമെഴുതാം. സുനിത വില്യംസ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം. ആ 63 മണിക്കൂറും 20 മിനിറ്റും എന്ന അവരുടെ ചരിത്ര റെക്കോർഡ് അല്ലെങ്കിൽ ചരിത്ര നടത്തം അത് പൂർത്തിയാക്കിയാണ് ഈ തന്റെ മൂന്നാം ദൗത്യത്തിൽ അവർ മടങ്ങി ഭൂമിയിലേക്ക് എത്തുന്നത്. ആദ്യ മടക്കം ആദ്യമായി കാലെടുത്ത് പുറത്തേക്ക് വെക്കുന്ന നിമിഷം അത് 9 മാസത്തെ കാലത്തിന് ശേഷമാണെന്ന് പറയുമ്പോൾ അത് ഒരു നീണ്ട കാലഘട്ടമാണ്. പെഗ്ഗി വിറ്റ്സൺ എന്ന് പറയുന്ന മുൻ ഒരു അമേരിക്കയുടെ നാസയുടെ ആസ്ട്രോനറ്റ് ഉണ്ട്. അവർക്കാണ് സുനിതയ്ക്ക് മുകളിൽ ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് തങ്ങിയ റെക്കോർഡുള്ളത്. 675 ദിവസം ആകെ. സുനിത 3 ദൗത്യങ്ങളിലായി 608 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആ റെക്കോർഡ്. അങ്ങനെ 2ാം സ്ഥാനമുണ്ട് ഈ രീതിയിൽ നാസയുടെ ആസ്ട്രോണറ്റ്സിന്റെ ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ. ആകെ ഉള്ളത് സുനിതയ്ക്ക് മുന്നിൽ ഒരേ ഒരാൾ, അത് പെഗ്ഗി വിറ്റ്സൺ ആണ്. അവർ ഏതാണ്ട് 675 ദിവസം അവിടെ ബഹിരാകാശത്ത്. യെസ്, അടുത്തയാൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് സുനിതയാണോ എന്ന് നമ്മുടെ ചോദ്യം. അതിന് ഉത്തരം അല്പസമയത്തേക്ക് അതിന്റെ ക്ലോസ് വിഷ്വൽ നമുക്ക് ലഭ്യമായി തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ആരാണെന്നുള്ളത്. കാരണം അവർക്ക് ആ ബാലൻസിങ് ഇഷ്യൂ എന്തായാലും ഉണ്ടാവും. അവർക്കത് പരസഹായമില്ലാതെ കുറച്ച് നാളത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബാലൻസിങ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ അത് ബുച്ച് വിൽമോർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഐ തിങ്ക് നമുക്ക് ക്ലോസ് വിഷ്വൽ ലഭ്യമായിട്ടില്ല, നോക്കാം. ബുച്ച് വിൽമോർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 2ാമത്തെ ആളും ക്രൂ 9 പേടകത്തിലെ 2ാമത്തെ ആളും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. സുനിതയ്ക്കായുള്ള കാത്തിരിപ്പ് നമ്മൾ കാത്തിരിപ്പേറുകയാണ്. അടുത്തത് സുനിതയാവട്ടെ എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. യെസ്, ഇന്നത്തെ സുപ്രധാന ഘട്ടങ്ങളിലേക്ക് ഒരിക്കൽ കൂടി വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ 10:30 ഇന്ത്യൻ സമയം 10:30 തുടങ്ങിയ ഈ യാത്ര അത് 17 മണിക്കൂർ പൂർത്തിയാക്കിയാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. 10:30 തുടങ്ങി പിന്നീട് 13 മണിക്കൂറെടുത്ത് പുലർച്ചെ 17 മണിക്കൂറെടുത്ത് പുലർച്ചെ 3:27 ഭൂമിയിൽ പതിച്ചത്. അത് വളരെ മനോഹരമായ, വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്പ്ലാഷ് ഡൗണിലൂടെയാണ് ഈ പേടകം ഭൂമിയിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കിയത്. അടുത്ത ആസ്ട്രോനോട്ട് അത് ആരാണ് എന്നറിയാനുള്ള കാത്തിരിപ്പാണത്. ആസ്ട്രോനോട്ട് ആണോ ഇനി ബാക്കിയുള്ളത് ഗുർബനോവാണ് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ. അത് സുനിതയും ഗുർബനോവും മാത്രമാണ് ഇനി ബാക്കി അതിനകത്തുള്ളത്. അതാരായിരിക്കും അടുത്ത് പുറത്തേക്ക് ഇറങ്ങുക എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അതിനുള്ള ഉത്തരം അല്പ നിമിഷങ്ങൾക്കകം ഉണ്ടാകും. സുനിത വില്യംസ് പുറത്തിറങ്ങുന്നത് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ എണ്ണം, അവരുടെ ക്ഷമ നശിക്കുന്നവർ പറയുന്നു. സെക്കൻഡ് പേഴ്സൺ അലക്സാണ്ടർ ഗുർബനോവ് ആണെന്ന് വേണു ശങ്കർ എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയുള്ളത് സുനിത വില്യംസും ബുച്ച് വിൽമോറും മാത്രമാണ്. എനിക്കത് മനസ്സിലായിട്ടില്ല അതാരാണെന്നുള്ളത്. നമ്മുടെ പ്രേക്ഷകർ പറയുന്നു അലക്സാണ്ടർ ഗുർബനോവ് ആണെന്ന് പറയുന്നുണ്ട്, റഷ്യക്കാരനാണെന്ന് പറയുന്നുണ്ട്. യെസ്, മേ ബി അതായിരിക്കണം. എനിക്ക് ആ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. വിഷ്ണുവിനൊന്ന് ചെക്ക് ചെയ്യാം. വിഷ്ണു, 2ാമത്തെ ആൾ അലക്സാണ്ടർ ബുർക്കിനോവ് ആണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. വിൽ ചെക്ക് ഇറ്റ്, വിൽ കൺഫേം ഇറ്റ്. അപ്പോൾ എന്തായാലും അടുത്ത ആൾ ആരാണെന്ന് നോക്കാം. സുനിത വില്യംസ് നമുക്ക് കാണണം. അതാണ് നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ ആകാംക്ഷ. അത് അടുത്ത നിമിഷത്തിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. സുനിത വില്യംസ് പുറത്തേക്ക് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറേ മിനിറ്റുകളായി ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4:22 3:27 പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. ഇപ്പോൾ കൺഫർമേഷൻ വരുന്നു. നേരത്തെ പ്രേക്ഷകൻ പറഞ്ഞത് ശരിയാണ്. അലക്സാണ്ടർ ഗുർബനോവ്, റഷ്യക്കാരനായ ആ കോസ്മോനോട്ടാണ് 2ാമതിറങ്ങിയാൾ. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ബാക്കി ഉള്ളത് നമ്മുടെ 2 പേർ, അതായത് 9 മാസം ബഹിരാകാശ നിലയത്തിൽ. യെസ്, പുറത്തേക്ക് സുനിത വില്യംസ് ഇതാ അങ്ങനെ മദർത്തിലേക്ക് തിരികെ സുനിത വില്യംസിനെ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അങ്ങനെ എക്സ്പേർട്സിന്റെ സഹായത്തോടെ അവർ താങ്ങിപ്പിടിച്ച് സുനിത വില്യംസിനെ ഇതാ ഭൂമിയിലേക്ക് തിരികെ വെൽക്കം ചെയ്യുന്നു. അവരെ ഒരു സ്ട്രക്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. പുറത്തേക്ക് മീൻസ് ഷിപ്പിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇനിയാണ് അവരെ ഹ്യൂസ്റ്റണിലേക്ക് കൊണ്ടുപോവുക. ആദ്യ
അവരുടെ പ്രതികരണം, അവരുടെ മുഖത്ത് അവർ കൈവീശി അവരുടെ സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുന്ന കാഴ്ച, സുന്ദരമായ കാഴ്ച. അങ്ങനെ സുനിത വില്യംസ് പുറത്ത് ഇറങ്ങിയിരിക്കുന്നു, ഭൂമിയെ തൊട്ടിരിക്കുന്നു. അവർക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല. ഫസ്റ്റ് ഫ്രെയിമിൽ എവറിത്തിങ് ഈസ് ഓക്കെ. അവർ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. അങ്ങനെ സുനിത വില്യംസ് എന്ന നമ്മുടെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനം പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ബുച്ച് വിൽമോർ എന്ന മറ്റൊരു എക്സ്പേർട്ട് സുനിതയ്ക്കൊപ്പം ഈ മിഷനിൽ പങ്കെടുത്ത, ഈ എക്സ്റ്റൻഡഡ് മിഷനിൽ പങ്കെടുത്ത മറ്റൊരാൾ ബുച്ച് വിൽമോറാണ്. ബുച്ച് വിൽമോറും പുറത്തേക്ക് എത്തുന്നതോടുകൂടി ഈ 4 പേരും പുറത്തേക്ക് എത്തുന്നു. ബുച്ച് വിൽമോറിനെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം. യെസ്, ബുച്ച് വിൽമോർ ഈസ് ഓൾമോസ്റ്റ് സ്റ്റഡി. അദ്ദേഹത്തിന് സഹായം കിട്ടിയെങ്കിൽ അദ്ദേഹം ഒന്ന് സ്റ്റഡിയായി നിന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ബാലൻസിങ് അങ്ങനെ പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ആവർത്തിച്ച് പറയുന്നു, ഇവരെല്ലാം എക്സ്പേർട്സ് ആണ്. ഹീസ് വെരി വെരി ഹാപ്പി, ഹീസ് വെരി മച്ച് ഹാപ്പി. ആ രീതിയിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ മുഖത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. അദ്ദേഹം ചിരിച്ച് എല്ലാവരോടും തംസപ്പ് കാണിച്ച് കൈവീശി കാണിച്ചാണ് അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് ആ സ്ട്രെച്ചറിൽ മാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഡ്രാഗൺ 9 പേടകം അത് അഭിമാന പേടകമായി മാറുന്ന കാഴ്ച